സ്കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഹർജിക്കാരുടെ ആവശ്യങ്ങളിൽ ന്യായമുണ്ടെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം ഹർജി നൽകുന്ന കാര്യം തീരുമാനിക്കും. പ്രവേശനത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ഈ കോടതി പ്രധാനമായി ചോദിച്ചത് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതിൽ യെസ് ഓർ നോ കോടതിയിൽ പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, ഇന്ന് സ്കീമുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോൾ അത് തന്നെയാണ് നിർണായകമായിട്ടുള്ള തീരുമാനം. സംസ്ഥാനം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കും എന്നുള്ളതാണ്. നേരത്തെ വ്യക്തമാക്കിയത് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടക്കം ഈ വിഷയത്തിൽ സർക്കാരിനെതിരായ തീരുമാനമെടുത്തതോടുകൂടി മേൽക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമായിരുന്നു സർക്കാർ കൈക്കൊണ്ടത്. പക്ഷേ നിലവിൽ ആ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നതാണ് ഇനി കാണേണ്ടത്. നിലവിൽ ഈ പ്രവേശന നടപടികളെ ബാധിക്കാത്ത തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി ഇന്നലെ അറിയിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഹർജി അപ്പീലുകൾ വേഗത്തിൽ തീർപ്പാക്കുമെങ്കിൽ മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ സർക്കാർ എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. എന്തായാലും ഇന്ന് സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകും എന്നൊരു വിവരം അറിയുന്നുണ്ട്. അതായത് ഹാജരായി എന്താണ് ഈ വിഷയത്തിലെ സർക്കാരിന്റെ നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അറിയിക്കും. അതായത് പ്രവേശന നടപടികളെ ബാധിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം സർക്കാരിനോട് ഇക്കാര്യത്തിലുണ്ട്. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ നിലവിൽ നിലനിൽക്കുന്ന ഈ സ്കീമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതായത് കേരള സിലബസ് വിദ്യാർത്ഥികൾ കാലങ്ങളായി നേരിടുന്ന ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നൊരാവശ്യം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോഴും സുപ്രീം കോടതി ഇന്നലെ വിമർശിച്ചത് നയമല്ല, നടപ്പാക്കിയ രീതിയായിരുന്നു പ്രശ്നമെന്ന് ആയിരുന്നു സംസ്ഥാനത്തിനോട് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ഈ പരീക്ഷാ ഫലം വരുന്നതിന് 1 മണിക്കൂർ മുൻപായിരുന്നു എന്നതായിരുന്നു CBSE ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ എതിർവാദം. എന്നാൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചത് ഈ കാലാകാലങ്ങളായി നേരിടുന്ന ഈ ഒരു അവഗണന, അതിന് പരിഹാരമായാണ് സർക്കാർ അത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്നായിരുന്നു. എന്തായാലും ഹർജികൾ അല്പം കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. ആ ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് അത് നിർണായകമാകും. ഓക്കെ, അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.